ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ ഒരു അടിപൊളി മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ഞാൻ വീണാസ് കറി വേൾഡിലെ വീണ ചേച്ചിയുടെ കണ്ടിട്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷെ അതിൽ എൻ്റെതായ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി ഞാനൊരു വലിയ ആവോലി മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആദ്യം ഒന്ന് മസാല പരക്കി വെക്കണം. ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നമുക്ക് മസാല പരക്കി വെക്കാം. അതിന് വേണ്ടി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മിക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത പെപ്പറാണ്, പൗഡർ അല്ല, ക്രഷ് ചെയ്ത പെപ്പർ പൗഡർ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ ഈ മസാല മീനിലേക്ക് പുരട്ടി. മീനിൽ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലപോലെ മസാലയൊക്കെ എല്ലാ ഭാഗവും പുരട്ടി കൊടുക്കാം. മീനൊക്കെ നല്ലപോലെ മസാല പരക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാം. മീൻ ഇവിടെ മസാല ഒക്കെ പുരട്ടി 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. വലിയ മീനായതുകൊണ്ടാണ് ഞാൻ തവ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഫ്രൈയിങ് പാൻ എൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് തവയിൽ ചെയ്ത് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നാടൻ രീതിയിൽ ആ ഒരു ടേസ്റ്റ് വരിക. പിന്നെ ഇതിലേക്ക് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ശാലോ ഫ്രൈ ചെയ്താൽ മതിയാവും. നമ്മൾ പൊള്ളിക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്തിട്ട് അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്താൽ മസാല പിടിക്കില്ല. പിന്നെ ഇതിലേക്ക് ഉള്ളി മസാലയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് 2 സൈഡും ശാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ മീൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കുക. ഒരു മസാല നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ചേർക്കാൻ ആവശ്യമായ ഒരു മസാല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് 2ആയി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം
ഇഞ്ചി, പിന്നെ വേണ്ടത് 4 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ കോൺ. മുളക് ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഇതൊന്ന് പേസ്റ്റ് ആക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാം. ഇത് ഒരു വക ആയിട്ടുണ്ട്. ഇവിടെ ഒരു വശം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറയുന്നല്ലോ, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ, അതാണ് ഉദ്ദേശിച്ചത്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇതൊക്കെ ചേർത്ത് നമുക്ക് നല്ല ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് നമുക്ക് ഈ സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് വീനാസ് കറിവെള്ളിലെ വീണ ചേച്ചിയുടെ കണ്ടിട്ടാണ്. പക്ഷെ എൻ്റെതായ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞത്, ഞാൻ ഇതിൽ വലിയ സവാള ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അതിൽ വീണ ചേച്ചി ഇതൊന്നും ചേർത്തിട്ടില്ല. സവാളക്ക് പകരം ഫുള്ളായിട്ട് ചെറിയുള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഏകദേശം ഒരു വഴഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല പോലെ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഇതിൽ നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതും ചേർത്ത് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നല്ല കറക്റ്റ്, എനിക്കിത് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല കറക്റ്റ് എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ട്. ഈ തേങ്ങാപ്പാലും ചേർത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കും.
തേങ്ങാപ്പാലും ചേർത്ത് ഒന്ന് മിക്സാക്കി അതിന് ശേഷം ഇത് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അതിന് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മീനിലേക്ക് വാഴയിലൊക്കെ പൊള്ളിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. മീനിനെ പൊള്ളിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വാഴയില എടുത്തിട്ട് ഇത് കഴുകി വൃത്തിയാക്കി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയും ഫ്രൈ ചെയ്ത് വെച്ച മീനൊക്കെ ചേർത്ത് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ആദ്യം നമുക്ക് ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മസാല വെച്ച് കൊടുക്കാം. അതൊന്നിങ്ങനെ പരത്തി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലാണല്ലോ മീൻ വെക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ മീൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് ബാക്കിയുള്ള മസാല വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് മീനിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വലിയ മീനിൽ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ ചെറിയ ആവോലി എടുത്തിട്ട് ചെയ്താലും മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അയില വെച്ചിട്ടും ചെയ്യാം. ഇത് നല്ലപോലെ മീനിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി തക്കാളി വെച്ച് കൊടുക്കാം. പിന്നെ പച്ചമുളക് 2 കീറിയതും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില തണ്ടോടുകൂടി വെച്ച് കൊടുത്താലും മതിയാവും. എൻ്റെ അടുത്ത് ഇതുപോലെ ഞാൻ ഇതാക്കി ഇട്ടതാണുള്ളത്, തണ്ടിൽ നിന്ന് മാറ്റിയിട്ടുള്ളതാണുള്ളത്. നമുക്ക് അത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നാര് ഉപയോഗിച്ച് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. വേണ്ടിയിട്ട് നേരത്തെ മീൻ ഫ്രൈ ചെയ്ത അതേ നോൺ സ്റ്റിക്ക് തവയിൽ തന്നെ ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ്. അപ്പം മീനിൻ്റെ ആ ഒരു വലുപ്പത്തിന് ഈ ഒരു തവയാണ്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ച മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. വയലൊക്കെ നല്ലപോലെ നല്ല ഒരിഞ്ഞ് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു സൈഡായിട്ട് തന്നെ നമുക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ പൊള്ളിച്ച് ഒരു ഭാഗം നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ 2 സൈഡും നല്ലപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
അങ്ങനെ നമ്മുടെ ആവോലി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ കൂടെ തന്നെ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.